സിനിമയിൽ പുരുഷന്മാർക്കും രക്ഷയില്ല. ചാൻസ് ചോദിച്ചെത്തിയപ്പോൾ സംവിധായകൻ അപമര്യാദയായി പെരുമാറിയെന്ന യുവനടൻ നവജിത് നാരായണൻ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? സംവിധായകന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു മോശം അനുഭവം ഉണ്ടായത്. സിനിമയിൽ അവസരം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വിളിച്ചപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, കലൂരുണ്ട്, എന്നാ നീ ഇങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് പോകാന്ന് പറഞ്ഞു. ഇങ്ങളെ പോലെ തൊടുത്ത സുന്ദര കുട്ടന്മാര് ഇങ്ങനെ പൊള്ളണ വെയിൽത്തിന്ന കാർത്തു പുള്ളി എന്റെ തൊട്ടിപ്പുറത്ത് വന്നിരുന്നു. ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്ന് ഞാൻ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പം പുള്ളി പതിയെ എൻ്റെ കയ്യിലിങ്ങനെ തൊടയിലിങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു, നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം എന്ന് ചോദിച്ചു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട്. ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി. ഒറ്റപ്പിടുത്തം പിടിച്ചു. പിടുത്തം പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കൈ എടുക്കാൻ വേണ്ടി പറഞ്ഞു. കൈ പിടിച്ച് മാറ്റി. പിന്നെ പുള്ളിക്കാരൻ ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞു. ഞാൻ ആകെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ. ഞാൻ അത്രക്കാരനല്ല സാർ, എന്നെ കാണരുത്, ഒരു സഹോദരനായിട്ട് കാണണം. സാറിനും അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. പേടിയുണ്ട്, നല്ല ദേഷ്യവും വന്നു. ഒന്നാമത് ഞാൻ അങ്ങനത്തെ ഒരു സെക്ഷൽ മെന്റാലിറ്റിയിൽ ഒരാളല്ല. ഇയാൾ കയറി പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കൈ എടുക്കുന്നു പറഞ്ഞാൽ ഇയാൾ കൈ വിടുന്നുണ്ട്. പിന്നെയും ഇയാൾ അവിടെ പിടിച്ചിങ്ങനെ തിരിച്ചു കൊടുക്കുക. എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത്? ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വസിച്ച് ജീവിക്കും? അല്ല മാത്തൂട്ടി, കാശ് തന്നെ വളക്കാൻ നോക്കണേ, എന്നെ കിട്ടൂല, വണ്ടി വിട്ടോടാ, കുഴപ്പമാണ്. ഞാൻ എഴുന്നേറ്റ് കൈയും തട്ടി എഴുന്നേറ്റ് ചള്ള നോക്കി രണ്ടെണ്ണം കൊടുക്കും, നെഞ്ചിനൊരു ചവിട്ടം കൊടുത്തു. പുള്ളി എന്തായാലും മറക്കൂല അത്. ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.